പെരിയ ഇരട്ടക്കൊലപാതക കേസ് പ്രതിയുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടി. കെപിസിസി അംഗം ബാലകൃഷ്ണൻ പെരിയ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് രാജൻ പെരിയ, മണ്ഡലം പ്രസിഡന്റുമാരായ പ്രമോദ് പെരിയ, രാമകൃഷ്ണൻ പെരിയ എന്നിവരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഇപ്പോൾ പുറത്താക്കിയിരിക്കുകയാണ്. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് പി.കെ. സരീഷ് ചേരുന്നു. സരീഷ്, ഈ സംഭവം നടന്നിട്ട് കുറച്ച് ദിവസങ്ങളായി. നടപടി വേണോ വേണ്ടായോ എന്നുള്ള തർക്കങ്ങളൊക്കെയായിരുന്നു. ഇപ്പോൾ നടപടി എടുത്തിരിക്കുകയാണ്. എന്തെല്ലാമാണ് വിവരങ്ങൾ? കല്ലേട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത്ലാലിനെയും കൊലപ്പെടുത്തിയ കേസിലെ 13ാം പ്രതിയായ CPIM പെരിയ ലോക്കൽ സെക്രട്ടറി N. ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കുകയും പ്രതിയായ CPM നേതാവിനൊപ്പം നിന്ന് നേതാക്കളിൽ ചിലർ ഫോട്ടോ എടുക്കുകയും ചെയ്തിരുന്നു. ഇത് വലിയ വിവാദമാവുകയും കോൺഗ്രസിന് തന്നെ നാണക്കേടുണ്ടാക്കുകയും ചെയ്തിരുന്നു. ആ സംഭവത്തിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള നടപടിയിലേക്ക് KPCC കടന്നിരിക്കുന്നത്. KPCC അംഗം ബാലകൃഷ്ണൻ പെരിയ, KPCC അംഗം, ഒപ്പം തന്നെ നേരത്തെ ഈ പെരിയ നിൽക്കുന്ന മേഖലയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കൂടിയായിരുന്നു ബാലകൃഷ്ണൻ പെരിയ. ഈ ബാലകൃഷ്ണൻ പെരിയ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് രാജൻ പെരിയ, മണ്ഡലം പ്രസിഡന്റുമാരായ പ്രമോദ് പെരിയ, രാമകൃഷ്ണൻ പെരിയ, ഇത്രയും ആളുകളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ KPCC നേതൃത്വം പുറത്തിറക്കിയിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തന്നെ ഉയർന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് KPCCയുടെ നിർദ്ദേശപ്രകാരം ഒരു അന്വേഷണ കമ്മിറ്റിയെ KPCC പ്രസിഡന്റ് തന്നെ നിയോഗിച്ചത്. ഇവർ ഈ സ്ഥലത്തെത്തുകയും കൃത്യമായ അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N. സുബ്രഹ്മണ്യൻ, KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് എന്നിവരായിരുന്നു ആ അന്വേഷണ കമ്മീഷനിൽ ഉണ്ടായിരുന്നത്. ഇവർ കൃത്യമായി നേതാക്കളിൽ നിന്നും ഒപ്പം തന്നെ പ്രാദേശികമായ പ്രവർത്തകരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. ഇത് വലിയ വിവാദമായി. പിന്നീട് കഴിഞ്ഞ ദിവസം നടന്ന KPCC യോഗത്തിൽ ഇത് അവതരിപ്പിക്കുകയും ചെയ്തു. അന്ന് തന്നെ കൃത്യമായി, അതായത് ഇനി ഒരു തരത്തിലുള്ള നേതാക്കന്മാരും ഇത്തരത്തിൽ പാർട്ടിക്കോ അല്ലെങ്കിൽ പാർട്ടിയോ ചട്ടക്കൂടുകൾക്ക് പുറത്തു നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്, അതുകൊണ്ട് തന്നെ കൃത്യമായ അച്ചടക്ക നടപടി ഉണ്ടാവണം എന്നൊരു ആവശ്യം KPCCയിൽ ഉയർന്നു വന്നിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത്. KPCC തന്നെ കൃത്യമായി താക്കീത് ചെയ്തിട്ടുള്ള ഉത്തരവാണ് ഇറക്കിയിരിക്കുന്നത്. ഉത്തരവിൽ തന്നെ പറയുന്നത് ഇത്തരം നേതാക്കൾ, അതായത് KPCCക്ക് നേരത്തെ പരാതി ലഭിച്ചിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവർ തെറ്റുകാരാണ് എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP നവമാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തുന്ന പ്രചരണം KPCC മെമ്പർ ബാലകൃഷ്ണൻ പെരിയ നടത്തിയതായും അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ KPCC മെമ്പർ ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ളവർ കൃത്യമായി താക്കീത് ചെയ്യപ്പെടുകയും പരസ്യമായി രക്തസാക്ഷി കുടുംബങ്ങളെ അപമാനിക്കുകയും ചെയ്തത് ഗൗരവകരമായി കണക്കിലെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ തെറ്റുകാരാണെന്ന് കണ്ടെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രാഥമിക അംഗത്തിൽ നിന്ന് പോലും, അതായത് ഒരു KPCC അംഗത്തിന് പ്രാഥമിക അംഗത്വം പോലും ഇല്ലാതാക്കുക എന്നുള്ളത് കടുത്ത അച്ചടക്ക നടപടിയാണ്. സാധാരണഗതിയിൽ ഏതെങ്കിലും നടപടി ഉണ്ടാവുക എന്നുള്ളത് തരം താഴ്ത്തുക, നിലവിൽ ഏത് കമ്മിറ്റിയിലാണോ ഉണ്ടാവുന്നത് ആ കമ്മിറ്റിയിൽ നിന്നും തൊട്ടടുത്ത താഴെ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുകയോ അല്ലെങ്കിൽ താൽക്കാലികമായി 6 മാസത്തേക്കോ 1 വർഷത്തേക്കോ മാറ്റി നിർത്തുക തുടങ്ങിയ നടപടികളാണ് ഉണ്ടാവാറ്. പക്ഷേ ഇത് അത്യന്തം ഗൗരവമുള്ള കാര്യമാണ് എന്ന് KPCC കണ്ടെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും ഇവരെ നീക്കുകയും ചെയ്യുന്നത്. തീർച്ചയായും ഈ കാസർഗോഡിലെ രാഷ്ട്രീയ സാഹചര്യം എടുത്താൽ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനമാണ് ബാലകൃഷ്ണൻ പെരിയയുടെ നേതൃത്വത്തിൽ. ശരി സരീഷ്, പെരിയ ഇരട്ടക്കൊലപാതക കേസ് പ്രതിയുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഇപ്പോൾ നടപടിയെടുത്തിരിക്കുകയാണ്. KPCC അംഗം ബാലകൃഷ്ണൻ പെരിയ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് രാജൻ പെരിയ, പ്രമോദ് പെരിയ, രാമകൃഷ്ണൻ പെരിയ എന്നിവരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. ആ വിവരങ്ങളാണ് പി.കെ. സരീഷ് നൽകിയത്.